ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നല്ല ചൂട് സമയമാണ്. നമുക്ക് തണുത്ത എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ? അതുകൊണ്ട് നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കാം. അതും വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നതും വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ് അതിനകത്ത് ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ എളുപ്പത്തിൽ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാം കേട്ടോ. അതിന് നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ 2-3 ഇൻഗ്രീഡിയൻസും കൊണ്ട് നമുക്ക് നല്ലൊരു വാനില ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം അല്ലേ? അതെ, അത് ഞാനിപ്പോൾ കാണിക്കാം എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന്. ഞാനൊരു 250 ml വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. വിപ്പിംഗ് ക്രീം, ഡെയറി വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഇനിയും നല്ലതായിരിക്കും. ഇത് ഡെയറി വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഡയറി വിപ്പിംഗ് ക്രീമാണ് അല്ലേ? അതെ, മിക്ക എല്ലാ കടയിലും സൂപ്പർ മാർക്കറ്റ്സിലും കിട്ടും ഇത്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അല്ലേ? ഒത്തിരി സ്റ്റിഫാവണ്ട. ഒത്തിരി സ്റ്റിഫാവാൻ പാടില്ല അല്ലേ? ഇത് ഞാനിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ ഒത്തിരി അങ്ങ് സ്റ്റിഫ് ആവേണ്ട ആവശ്യമില്ല. ഇതിൽ ക്രീമി ആയിട്ട് ഇരുന്നാൽ മതി. ഇതിലോട്ട് ഇപ്പം നമ്മൾ ഒരു 200 ml കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. അതായത് മിൽക്ക് മെയ്ഡ് അല്ലേ? അതെ, ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അമൂലിൻ്റെ ആണ് എടുത്തത്. ഒരു 200 ml ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിപ്പോൾ ഒരു 1/2 കപ്പ് പാലെടുക്കണം. തണുത്ത പാലാണ് വേണം എടുക്കാൻ. ഫ്രിഡ്ജ് വെച്ച് നല്ലപോലെ തണുപ്പിച്ച പാല്. അതെ, നല്ല തണുപ്പിച്ച പാല് ഒരു 1/2 കപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അല്ലേ? അതെ, ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഞാൻ ആഡ് ചെയ്യുവാണ്. ഓ, അത് ശരി. നമ്മളിവിടെ വാനില ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. വാനില ഐസ്ക്രീമാണ് അല്ലേ? അതെ, ഇത് ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വാനില എസൻസും കണ്ടൻസ്ഡ് മിൽക്കും പാലും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മളിവിടെ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. വിപ്പിംഗ് ക്രീമിന് ഓൾറെഡി മധുരമുണ്ട്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്കിനും മധുരം ഉള്ളത്. അപ്പോൾ ഇനിയും പഞ്ചസാരയൊന്നും വേണ്ട. ഇതിപ്പോൾ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് എയറൊന്നും കയറാതെ അടച്ച് വെക്കണം. ഇതിപ്പോൾ ഞാൻ എയറൊന്നും കയറാണ്ട് സീൽ ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിനിപ്പോൾ ഫ്രീസറിലേക്ക് നമ്മൾ വെക്കണം. 2 മണിക്കൂറത്തേക്ക് ഫ്രീസറിൽ വെക്കണം. 2 മണിക്കൂർ അല്ലേ? അതെ. 2 മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞു. നമ്മളിത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കണം. ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് വീണ്ടും നമ്മൾ അത് ഞാൻ വീണ്ടും ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കണം. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാം. ഇതാണ് ഇതിൻ്റെ പരുവം, കണ്ടോ? ഇതുണ്ട്, ഞാനതിപ്പം ഈ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിനിപ്പോൾ നന്നായിട്ട് അടച്ചിട്ട് എയറൊന്നും കയറത്തില്ല കേട്ടോ. എയർ ടൈറ്റ് കണ്ടെയ്നർ തന്നെ വേണം. ഇതിനി നമ്മൾ അതെ, ഇതിപ്പോൾ അടച്ചിട്ട് ഫ്രീസറിൽ വെക്കും. വീണ്ടും നമ്മൾ ഫ്രീസറിൽ കണക്കാൻ വെക്കും. ഒരു 5-6 മണിക്കൂറെങ്കിലും ഇത് ഫ്രീസറിൽ ഇരിക്കണം അല്ലേ? അതെ, എന്നിട്ട് നമുക്ക് നോക്കാം. 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതേ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് അല്ലേ? സൂപ്പർ. അതെ, നമുക്കിനി ഇത് ബൗളിലോട്ട് മാറ്റിയിട്ട് നോക്കാം. മതി. അടിപൊളിയായിട്ട് ഇപ്പോൾ ബൗളിലേക്ക് നമ്മൾ സെർവ് ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മുടെ ഐസ്ക്രീം ഞാനിപ്പോൾ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിന് മണ്ടയ്ക്ക് ഞാൻ ബദാമും പിസ്തയും ചുമ്മാ ഒരു ഡെക്കറേഷനായിട്ട് ഇട്ടിട്ടുണ്ട്. വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ അങ്ങ് ഇട്ടതേ ഉള്ളൂ കേട്ടോ. സംഗതി അടിപൊളി. സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഈ ഐസ്ക്രീം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ?